ദൈവനാമത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി കുന്നിലേക്കുള്ള യാത്രയിൽ മുൾക്കിരീടധാരിയായി ചാട്ടവാറുകളാൽ വേദനകളേറ്റ് രക്തം പൊഴിയുമ്പോഴും ശരീരത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഭാരമേറിയ മരക്കുരിശ് ചുമക്കുവാൻ കഴിയാതെ യാത്ര തുടരുമ്പോൾ റോമാർ പട്ടാളക്കാർ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ചുമക്കുവാൻ കുറേനക്കാരനായ ഷീമോൻ എന്നൊരു വ്യക്തിയെ വിളിക്കുന്നു. ഈ വ്യക്തി തളർന്നും ക്ഷീണിച്ചും വരും. കാരണം പകലന്തിയോളം ജോലി ചെയ്തിട്ട് താൻ ഭാരപ്പെട്ട് ഭവനത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു വിളി തന്നെ തേടിയെത്തുകയാണ്. അദ്ദേഹം പട്ടാളക്കാരോടുള്ള ഭയം മൂലം അവരെ പേടിച്ചിട്ട് ആ മരക്കുരിശ് എടുത്ത് കർത്താവിനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരിക്കലും ചിന്തിക്കുന്നില്ല തൻ്റെ പിൻതലമുറകൾ എന്തായിത്തീരുമെന്നൊരിക്കലും ചിന്തിക്കുന്നില്ല. ദൈവവചനം അവിടെ മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു: അലക്സാണ്ടറിൻ്റെ രൂഫേസിൻ്റെ പിതാവായ കുറേനക്കാരനായ ഷീമോൻ. ഒരു മക്കളുടെ പേരിലാണ് തൻ്റെ പിതാവ് അവിടെ അറിയപ്പെടുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൽ പ്രസിദ്ധനായ രൂഫീസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയും വന്ദനം ചെയ്യുവീൻ. ചിന്തിക്കുക, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് കർത്താവിൽ പ്രസിദ്ധനായ രൂഫീസ്. എന്തുകൊണ്ടാണ് ഈ രൂഫീസ് ഇവിടെ പ്രസിദ്ധനാകുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ഷീമോൻ അല്പനേരം ചുമന്നുകൊണ്ട്, അല്പനേരം എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് യാത്ര ചെയ്തതുകൊണ്ട് തൻ്റെ മക്കളെ ലോകപ്രസിദ്ധമാക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിൽ അവരെ പ്രസിദ്ധരാക്കി മാറ്റി. ഇന്ന് ലോകത്തിൽ ഒത്തിരി മേഖലകളുണ്ട് പ്രശസ്തരാകാൻ, പ്രസിദ്ധി കിട്ടുവാൻ വേണ്ടി ഒത്തിരി മേഖലകളുള്ളപ്പോൾ നമ്മുടെ തലമുറകൾ ഒക്കെയും പ്രസിദ്ധരാകേണ്ടത് ക്രിസ്തുവിലൂടെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങൾ കർത്താവിന് വേണ്ടി നിന്ന് ഒത്തിരി മാതാപിതാക്കളുണ്ടായിരുന്നു. അവരുടെയൊക്കെ മക്കളെ ദൈവം മാനിക്കുവാനിടയായിത്തീർന്നു. അവർക്ക് പോകാൻ കഴിയാത്ത, അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖലകളിൽ ദൈവം അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുവാനിടയായിത്തീർന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത്. മറ്റൊരു വാക്യത്തിൽ തിമോഥെയോസിനെക്കുറിച്ച് അവൻ്റെ അമ്മയിലും വല്യമ്മയിലും കണ്ട വിശ്വാസത്തെക്കുറിച്ച് പൗലോസ് പറയുന്നു. തീർച്ചയായും നമ്മളിലൂടെ നമ്മുടെ തലമുറകളെ ദൈവം ലോകപ്രസിദ്ധരാക്കി മാറ്റുവാൻ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാം. നമുക്കൊരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.